നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? അവയൊന്നും നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നോക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട്. നമ്മൾ ഒരുപാട് സമരം ചെയ്ത ഹൈക്കോടതി ബെഞ്ച്, ഈ തലസ്ഥാനത്തിന് അർഹതപ്പെട്ട ഹൈക്കോടതി ബെഞ്ച്, കേന്ദ്രമന്ത്രി ഭരദ്വാജ് അവസാനം എന്നോട് പറഞ്ഞു, പന്ന്യൻജി ഒരു കാര്യം ചെയ്യും, കേരളത്തിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരോടൊന്ന് പറയും, ഒന്ന് ക്യാബിനറ്റിലൊന്ന് ഉന്നയിച്ചാൽ മതി, ഞാൻ ശരിപ്പെടുത്തരാം. ഞാൻ മന്ത്രിമാരെ കാണാൻ പോയി കേരളത്തിൽ. പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് എം പിമാർക്കൊരു ഗുണമുണ്ട്. അവർ കേരളം വിട്ടാൽ അഖിലേന്ത്യ, പിന്നെ കേരളത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. അവരെല്ലാം അഖിലേന്ത്യക്കാരാ. കേരളത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആലോചനയില്ല. എന്നിട്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ എന്നോട് പറയുക, നിങ്ങൾക്ക് പറയാം എൻ്റെ പാർട്ടിക്കാർ എറണാകുളത്തുണ്ട്, ഓരോട് ഞാൻ സമാധാനം പറയണം. എന്താ എറണാകുളത്തുകാർക്ക് ദോഷം? എറണാകുളത്ത് ഹൈക്കോർട്ടില്ലേ? നമ്മൾ ചോദിച്ച ബെഞ്ച് മാത്ര. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റില്ല, ഏത് ഗവൺമെന്റ് വന്നാലും സംസ്ഥാന ഗവൺമെന്റ് ഒരു വർഷത്തിൽ 108 കോടി അധികം രൂപ ചെലവഴിക്കുന്നു കേസിന് ആളെ പറഞ്ഞേക്കാൻ എറണാകുളത്തേക്ക്. അത് ലാഭമല്ലേ? ഇവിടെ ബെഞ്ച് വേണ്ടേ? ബെഞ്ച് കിട്ടാൻ നമുക്ക് അവകാശമില്ലേ? എന്താ ചെയ്യാത്തത്? അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ നാട്ടിൽ ആലോചിക്കുന്ന എന്താ? നാട്ടിന്റെ വികസനമല്ല, അവരെ വികസനമാണ്. ആ വികസനം നമ്മുടെ നാട്ടിൽ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ സമീപനമാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സേലം ഡിവിഷൻ വന്ന ഓർമ്മയില്ലേ? സേലം ഡിവിഷൻ നമ്മളെ വന്നതിന് ശേഷം നമ്മൾ വലിയ സമരം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് 2004 ഉണ്ടായിരുന്ന എം പിമാർ 19 പേരാ. നമ്മൾ കുത്തിയിരുന്ന് സമരം ചെയ്തു. നിങ്ങൾക്ക് സംഭവിച്ച് ഇനി അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കോച്ച് ഫാക്ടറി നിങ്ങൾക്ക് തരാം. ഞങ്ങൾ പറഞ്ഞു, പണ്ടൊരു കോച്ച് ഫാക്ടറി എന്ന പഞ്ചാബ് കൊണ്ടുപോയതല്ലേ, അത് ഇനിയും നമ്മളെ കബളിപ്പിക്കാനല്ല. കോച്ച് ഫാക്ടറി ഉറപ്പായിട്ട് പാലക്കാട്ട് തരാം. ഒന്ന്, ഭൂമി നിങ്ങൾ തന്നാൽ മതി. സഖാവ് VS ഒരാഴ്ച കൊണ്ട് ഭൂമി കൊടുത്തു. 240 ഏക്കർ ഭൂമി അവിടെ കൊടുത്തു. കോച്ച് ഫാക്ടറി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒന്നുകൂടി തരുന്നു. എന്താ? വാഗൻ ഫാക്ടറി. എവിടാ? ചേർത്തല. കോച്ച് ഫാക്ടറിയും വാഗൻ ഫാക്ടറിയും പ്രഖ്യാപിച്ചത് 2008. അതിനുശേഷം 7 വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. കേരളത്തിലുള്ള എം പിമാർ അവിടെ പോയി ഡൽഹിയിൽ. ഒരാൾ മിണ്ടിയോ അത് ഇവിടെ നടപ്പിലാക്കാൻ? എന്താന്ന് ചോദിക്കാൻ. നടപ്പിലാക്കിയോ? ഇല്ല. എത്ര കാലമായി? 2008 ശേഷം 16 വർഷമായി. നമ്മളെ നാട്ടിനോട് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് 8 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ടും മിണ്ടാതിരുന്ന കോൺഗ്രസുകാർക്ക് കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം? അവർക്ക് നാട്ടിനെ കുറിച്ച് ചിന്തയുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് അവിടെ എത്തിയാൽ അവര് കേരളത്തെ മറന്നു പോകും. അതൊരു കാര്യം. എന്താ നമ്മളെ മറ്റൊരു വിഷയം? ഞാൻ തുടങ്ങി വെച്ചെടുത്ത്, ഇവിടെ മനുഷ്യർക്ക് മാനമായി ജീവിക്കാൻ കഴിയുന്നൊരു ബോധമുണ്ടോ? ഇല്ല. ഇവിടെ ജനാധിപത്യം പോകുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മതനിരപേക്ഷത. അതില്ലാതാവുന്നു. നമ്മുടെ നാട്ടിൻ്റെ ഭരണഘടനയും നാട്ടിൻ്റെ ഇതുവരെ ജീവിച്ച ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ തുടങ്ങി 10 വർഷമായി. മോഡി ഇപ്പോൾ പറയുന്നത് നമ്മുടെ രാജ്യം കൊണ്ട് ഒരു ഹിന്ദു രാജ്യമാക്കിയാലോ എന്നൊരാലോചനയാണ്. അതിൻ്റെ തുടക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം വന്നാൽ ഞാൻ നിർത്തും, സ്ഥാനാർത്ഥി അധികം സംസാരിച്ചുകൂടാന്ന. സഖാവ് പിണറായി എത്തി, ഞാനിപ്പം നിർത്തുക. നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി. രാജ്യത്ത് ഏത് തരത്തിലുള്ള ഭരണഘടനാ ലംഘനങ്ങൾ നടക്കുമ്പോഴും അതിനെ ചോദ്യം ചെയ്യാൻ തൻ്റെ ഇടം കാണിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്.
എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളുണ്ട് ചോദിക്കാൻ. ഇവിടെ പ്രളയം വന്നില്ലേ, കോവിഡ് വന്നില്ലേ, നിപ്പ വന്നില്ലേ, എല്ലാ അസുഖം വന്നപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ അദ്ദേഹമായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടല്ലോ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു കോലാഹലം. ഇവിടെ നടത്തിയ പ്രചരണം എന്തൊക്കെയാണ്, എവിടെയൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെ നുണകൾ പറഞ്ഞിരുന്നു. ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോയ സ്വർണ്ണം എവിടെ? തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പം എല്ലാം പോയില്ലേ? ഏത് പ്രതിസന്ധിയും നേരിട്ടുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ച കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ അരിവാളും നെൽക്കതിരും അടയാളത്തിൽ രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ നിർത്തുന്നു.